മെഹന്തി ഡേ. ഒരുങ്ങാനായി അനുജ വന്നപ്പോഴത്തേക്കിനാണ് അറിയുന്നത് ഇന്നിടാനുള്ള ഡ്രസ്സ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പെട്ടെന്ന് തന്നെ മരീനി പോയി ഇന്നിടാനുള്ള ഡ്രസ്സ് കളക്ട് ചെയ്തു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എന്റെ മൂത്ത താത്ത ഏകദേശം ഒരുങ്ങി കഴിഞ്ഞായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇരുന്ന് എന്നെ പെട്ടെന്ന് തന്നെ ഇവള് ഇങ്ങനെയൊക്കെ ആക്കി മാറ്റി. വെറൈറ്റി പിടിക്കണം എന്ന് പറഞ്ഞ് ആദ്യം ഈ ഒരു മേക്ക് ഓവർ കണ്ടപ്പോൾ ഞാൻ കുറച്ച് പേടിച്ചു പോയിട്ടോ. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. നമ്മൾ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഓഡിറ്റോറിയത്തിലോട്ട് പോയായിരുന്നു. അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ മൂന്നുപേരും ഓഡിറ്റോറിയത്തിലോട്ട് വിട്ടു. ചേട്ടത്തിയുടെ മെഹന്തിയിലായതുകൊണ്ട് അനിയത്തിമാരെന്നുള്ള റോളുകൾ ഞങ്ങൾ എവിടെയും വെറുതെ വിടുന്നില്ല കേട്ടോ. കുറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഷോ ഒക്കെ കഴിഞ്ഞ് പിന്നെ എന്റെ ബാബുവിന്റെയും ടീംസിന്റെ അടുത്തോട്ട് പോയി. കുറച്ചുനേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മുടെ കുടുംബക്കാരോടെല്ലാം വേണ്ടി പിന്നെ നമ്മുടെ നെക്സ്റ്റ് പരിപാടിക്ക് വേണ്ടിയിട്ട് സ്റ്റേജിലോട്ട് കയറിട്ടോ. അവിടെ നമ്മുടെ ടീംസ് മൊത്തത്തിലുണ്ടായിരുന്നു. കൂടാതെ ഹബ്ബിന്ന് വന്ന അളിയന്മാരൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഫുൾ ഓൺ ആൻഡ് ഫുൾ വൈബായിരുന്നു. കാത്തിരിപ്പിനൊടുവില് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ചെറുക്കൻ കൂട്ടര് ലാൻഡ് ചെയ്തു. പിന്നെ അവരായി അവരുടെ പെണ്ണായി. ഞാൻ എല്ലാ കല്യാണത്തിനും പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഈ എല്ലാരും കല്യാണത്തിന് വന്നു പോയി കഴിഞ്ഞ് ഈ ചെറുക്കനും പെണ്ണും എങ്ങനെ വിശപ്പ് സഹിച്ചിരിക്കുന്നെന്ന്. നമുക്ക് വിശപ്പൊന്നും സഹിക്കാൻ പറ്റത്തില്ലേ, ഗ്യാസ് കയറുവേ. സ്വന്തം സിസ്റ്ററിന്റെ മെഹന്തി ആയിട്ട് ആരെ മൈൻഡ് ചെയ്യാതെ ആദ്യത്തെ ട്രിപ്പിൽ തന്നെ ഞാൻ പോയി ഫുഡ് കഴിച്ചു. അപ്പൊ ഇന്നത്തെ എന്റെ വെറൈറ്റി ലുക്കിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ ഡ്രസ്സ് കറക്റ്റ് ടൈമിൽ സ്റ്റിച്ച് ചെയ്ത് തന്ന മരിയല്ല അങ്കിൾക്കും എന്നെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന അന്തേര മേക്ക് ഓവേഴ്സിനുമാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ.